രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും. ലോകിയൊക്കെ പറഞ്ഞു പിരിയാനുള്ള മന്ത്രിസഭാ യോഗമാണോ? നമസ്കാരം. പിരിഞ്ഞു പോകും നിനക്കിനി ഈ കഥ മറക്കുവാനേ കഴിയൂ. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാതിലൊരു മൂളക്കം മാത്രം. ഹൃദയം അതിദ്രുതം മിടിച്ചുകൊണ്ടിരുന്നു. പുരികക്കൊടി വെട്ടിവിറച്ചു. ഉള്ളം കൈയാകെ വിയർത്തു. ദാഹാർത്തരായ മന്ത്രിമാരുടെ തൊണ്ട വരണ്ടു. തൻ്റെ കളിപ്പാവകളെ നോക്കി മരപ്പാവ പറഞ്ഞു, ബെസ്റ്റ് വിഷസ്, നമുക്കിനിയും കാണാം. ആ ഒരു വിശ്വാസത്തിൽ മന്ത്രിമാർ പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പുകൾ വായിലിടുന്നതായി സങ്കല്പിച്ചു. കാരണം ഓൺലൈൻ മീറ്റിംഗ് ആണല്ലോ. അത് ചവയ്ക്കുന്നതിനിടയിൽ വാസവൻ മന്ത്രി ചിരിച്ചു. ആ ചിരി വേണ്ടത്ര വിരിഞ്ഞിട്ടില്ലായിരുന്നു. സജി ചെറിയാൻ വയറു തിരുമ്മി വീണ്ടും ചവച്ചു. കേളുമന്ത്രി നീട്ടിമൂളി. വീണ ജോർജ് കഴുത്തിൽ തടവി. ബിന്ദുമന്ത്രിയാണെങ്കിൽ തല ചൊറിഞ്ഞു. ശിവൻകുട്ടി താളമടിച്ചു. പി രാജീവാണെങ്കിൽ തലച്ചോറ് കയറ്റിയ തലയിൽ മാന്തിക്കൊണ്ടിരുന്നു. കെടുകാര്യമന്ത്രി ബാലഗോപാലൻ പിണറായി ചോദിച്ചാൽ കൊടുക്കാനുള്ള ഒരു 500-ന്റെ താള് പോക്കറ്റിലിട്ടു. രാജേഷ് പോത്തിനെ പോലെ മുക്രയിട്ടു. രാജൻ മന്ത്രി കയ്യിലിരുന്ന കടലാസ് നെറ്റിയിൽ ഉരച്ചു. എല്ലാം കണ്ടുകൊണ്ടിരുന്ന പിണറായിക്ക് അറിയാമായിരുന്നു ഇത് തങ്ങളുടെ ഒടുക്കത്തെ മന്ത്രിസഭാ യോഗമാണെന്ന്. ഈ യോഗം ഓൺലൈൻ ആയതിനാൽ ആർക്കും പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ കഴിഞ്ഞില്ല. പിണറായി വിജയൻ ക്യാബിനറ്റ് ബസ്സിൽ കയറ്റി നഗരി കാണിക്കാൻ കൊണ്ടുപോയതിൽ എത്ര എണ്ണം ഇനി തിരിച്ചു വരുമെന്ന് ആർക്കറിയാം. അതിൽ കയറിയ ഒരുത്തൻ ജട്ടിയിൽ കുരുങ്ങി വീട്ടിലിരിക്കുന്നു. മന്ത്രി പദവിയിൽ നിന്നും വിരമിച്ചത് ഈ ബസ് യാത്രയ്ക്ക് ഒടുവിലാണ്. അന്നതിൽ പിന്നെ ഈ മന്ത്രിമാരിൽ ഒറ്റയെണ്ണം നല്ല പേര് കേൾപ്പിച്ചിട്ടില്ല. പാടിയും പറഞ്ഞും കാഴ്ചകൾ കണ്ടും വിരുന്നുണ്ടും രക്ഷാപ്രവർത്തനം കണ്ട് ആഹ്ലാദിച്ചും ടാറ്റ കൊടുത്തും പ്രസംഗിച്ച് തകർത്തും അവർ ഉല്ലസിച്ച നാളുകളായിരുന്നത്. നാടക ട്രൂപ്പിൻ്റെ മുതലാളിയായ മാന്നാർ മത്തായി ഇരിക്കും പോലെ പിണറായിയെ ബെൽറ്റിട്ട് മുറുക്കി മുമ്പിലിരുത്തി കൊണ്ടുപോവുകയായിരുന്നു. കഴുത്തിൻ്റെ കശേരുകികൾക്ക് പിടുത്തമായതിനാൽ കസേരയിലിരുന്ന് കറങ്ങിത്തിരിഞ്ഞാണ് പിണറായി ജനങ്ങൾക്ക് ദർശനം നൽകിയത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ലോറിയിൽ നിന്നിറക്കും പോലെയാണ് ഓരോ വികസന സദസ്സിലും പിണറായി വിജയനെ കൊണ്ടുവന്നിറക്കിയത്. അപ്പോഴേക്കും അന്തങ്ങളും ആരാധകരും ആർപ്പ് വിളിച്ചു. മന്ത്രിമാർക്കും മുഖ്യനും ആവശ്യമുള്ള വെള്ളവും തീറ്റയും പനമ്പട്ടയും വിവിധ മാഫിയ മുതലാളിമാരാണ് ഒരുക്കി കൊടുത്തത്. ഇവർ കയറിയ 1.25 കോടിയുടെ വണ്ടി പോലും പിന്നെ ഗതി പിടിച്ച ചരിത്രമില്ല. അതിപ്പോഴേതോ വർക്ക്ഷോപ്പിൽ കിടന്ന് തുരുമ്പെടുക്കുകയാണ്. പോകുമ്പോൾ പിണറായി അതുകൂടി കൊണ്ടുപോകണം. വീട്ടിൽ കോഴിക്കൂടായി ഉപയോഗിക്കാം. ഈ പിണറായി വിജയൻ തൊട്ടാൽ കാശ് പോകും. അവസാന മന്ത്രിസഭാ യോഗത്തിൽ സഹമന്ത്രിമാർക്ക് ബെസ്റ്റ് വിഷസ് നേർന്ന പിണറായിക്ക് എല്ലാം അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സിൽ നിന്നും ആ കസേരയിലെ പിടി അയയുന്നില്ല. കാവൽ മന്ത്രിസഭയായതിനാൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ലത്രേ. അതിനു മുമ്പ് തന്നെ തിരികെ കയറ്റാവുന്നവരെല്ലാം അടിച്ചു കയറ്റിയിട്ടുണ്ട്. പിണറായി വിജയൻ നാനാഭാഗത്തും തള്ളിക്കയറ്റിയ ഈ ഒറ്റുകാരെ വെച്ച് വേണം അടുത്ത സർക്കാർ ഭരണം നടത്താൻ. കാവൽ മന്ത്രിസഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊട്ടിച്ചിരി വരും. ആലിബാബയും 10-20 കള്ളന്മാരുമാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളെ ഭരിച്ചത്. അവരെയാണ് നമ്മൾ കാവലേൽപ്പിച്ചിരുന്നത്. ഈ മന്ത്രിസഭയിലെ CPMൻ്റെ 6 മന്ത്രിമാരെങ്കിലും തോറ്റാൽ അതിൻ്റെ അർത്ഥം പിണറായി സർക്കാരിനെ വലിച്ചു കീറിയെറിയാൻ ജനങ്ങളുടെ കൈധരിച്ചു എന്ന് തന്നെയാണ്. താനൊരു ജരാസന്ധൻ്റെ ജന്മമാണെന്നും എത്ര കീറിയെറിഞ്ഞാലും കൗശലം കൊണ്ടും കുശാഗ്രബുദ്ധി കൊണ്ടും മുറി കൂടുമെന്നും കരുതിയാണ് പിണറായി ജീവിക്കുന്നത്. നാളെയാണല്ലോ വോട്ടെണ്ണൽ. ഈ ദിവസം രാത്രി ഒറ്റയെണ്ണം ഉറങ്ങില്ല. ഈ മന്ത്രിമാർ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മ ഫലമെല്ലാം മുമ്പിൽ വന്ന് പല്ലിളിക്കും. കള്ളക്കഴുത്തുമായി വന്ന വീണ ജോർജ് തോറ്റാൽ നാടുവിടുന്നതായിരിക്കും നല്ലത്. പത്തനംതിട്ടയിലെ അണികൾ പോലും ഇനി അംഗീകരിച്ചെന്ന് വരില്ല. ഈ ഗീർവാണ വീണയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വെറുപ്പിച്ച മന്ത്രി. സാരി ഉടുത്ത ലേഡി പിണറായിക്ക് എല്ലാത്തിനോടും പരമപുച്ഛമായിരുന്നു. ചതുര വടിവിലെ ഡയലോഗുകൾ പോലും പിഴച്ചതോടെ സ്വബോധം നഷ്ടമായി. അഥവാ ഇത്തവണ ജയിച്ചാൽ പ്രതിപക്ഷത്തിരിക്കാം. ഈ 10 വർഷവും ഭരണത്തിൻ്റെ സുഖത്തിൽ ആറാടുകയായിരുന്നല്ലോ. പാവങ്ങളുടെ അണ്ണാക്കിലും അടുക്കളയിലും കേരളിൻ്റെ മഞ്ഞക്കുറ്റി ഇടാനിറങ്ങിയ സജി ചെറിയാൻ ചെങ്ങന്നൂരുകാരുടെ മുത്താണ് പോലും. ആ വായിൽ നിന്നും വന്ന തിരുമധുരം എത്ര നുണഞ്ഞിട്ടും അവർക്ക് തൃപ്തി വരുന്നില്ല പോലും. ഞാനൊരു പച്ചയായ മനുഷ്യനാണേ, അതുകൊണ്ട് ഇനിയും ജയിക്കുമെന്നാണ് വിലയിരുത്തൽ. പിണറായി ചോദിക്കുമ്പോഴെല്ലാം പെട്ടി തുറന്നു വെച്ച കെടുകാര്യസ്ഥൻ ബാലഗോപാലിനെ കൊട്ടാരക്കരക്കാർ എണ്ണ തേച്ച് വെയിലത്ത് നിർത്തിയിരിക്കുകയാണ്. കോമരംതുള്ളിയും കോമഡി അടിച്ചു നടന്ന ശിവൻകുട്ടിയുടെ കാര്യവും പോക്ക് തന്നെ. ശിവൻകുട്ടി തോറ്റാൽ പിള്ളേര് കരഞ്ഞു തീരില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ പിള്ളേർക്ക് ശിവൻകുട്ടി അപ്പൂപ്പനെ.
ഇത്രയേറെ കോടികൾ ചെലവാക്കി മണ്ണിലും വിണ്ണിലും പിണറായി വിജയൻ്റെ തല പ്രദർശിപ്പിച്ചിട്ടും ഈ സർക്കാർ താഴെ പോയാൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? തലമറന്ന് എണ്ണ തേച്ച ജനങ്ങൾക്കായിരിക്കും പഴിദോഷമെല്ലാം കിട്ടുക. ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തിയാലും ജനങ്ങളെ നരകിപ്പിച്ചാലും അധികാരം കൈപ്പിടിയിലാക്കിയാലും 3.5 ചക്രത്തിൻ്റെ കിറ്റും പെണ്ണുങ്ങൾക്ക് 1000 ഉറുപ്പികയുടെ പെൻഷനും പ്രഖ്യാപിച്ചാൽ തിരിച്ചു വരാമെന്ന് കരുതുന്ന കുശാഗ്ര ബുദ്ധിക്കാരനാണ് ഈ പിണറായി. നിങ്ങളപ്പോൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് നൽകുന്ന വില എന്താണ്? ഇപ്പോഴും ജനങ്ങളുടെ ഭാവിയെപ്പറ്റിയല്ല ചാനലുകളും മറ്റും ആധി പിടിക്കുന്നത്. ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാവിയെപ്പറ്റി ഓർത്താണ്. വർത്തമാനമില്ലാത്ത നമ്മളെപ്പോലെയുള്ള ഭൂതങ്ങൾക്കാണ് സുഹൃത്തെ ഭാവിയില്ലാത്തത്. വയസ്സ് 81 കഴിഞ്ഞു പിണറായി വിജയന്. ദൈവം ശിരസ് തൊട്ട് അനുഗ്രഹിച്ച ഒരു മനുഷ്യൻ തൻ്റെ ജാതകഫലം കൊണ്ടെല്ലാം നേടിക്കഴിഞ്ഞു. പാർട്ടിയും ഭരണവും വെട്ടിപ്പിടിച്ചു, കോടികൾ സമാഹരിച്ചു കൂട്ടി. എവിടെയും അടിമകൾ, കഴിച്ചതെല്ലാം ഒന്നാന്തരം വിശിഷ്ട ഭോജ്യങ്ങൾ. മരുമക്കളും മക്കളും നല്ല നിലയിലായി, കൊച്ചുമക്കളും കെങ്കേമന്മാരായി വളരുന്നു. അവർക്കാർക്കും അരിവാളിനോടും ചുറ്റികയോടും യാതൊരു ഭ്രമവുമില്ല. ചുവന്ന കൊടി കാണുമ്പോൾ അവർക്ക് രോമാഞ്ചം കൊള്ളുന്നുമില്ല. ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ചു പിണറായി. കാളസർപ്പയോഗവും ശുക്രനും ഒന്നിച്ചു വന്നതിനാൽ കേന്ദ്രം ഭരിക്കുന്നവർ പോലും സമീപിക്കാവുന്ന ഉത്തമ സുഹൃത്തുക്കളായി. പിണറായി തൊട്ടതെല്ലാം പൗരപ്രമുഖരെയും ലോക മുതലാളിമാരെയും. ആട്ടുകൊണ്ട അടിമകൾ പോലും ആ അപദാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. ഒറ്റ വിരല് പോലും ജീവിതത്തിൽ ഇന്ന് വരെ പിണറായിക്ക് നേരെ ചൂണ്ടപ്പെട്ടിട്ടില്ല. ചൂണ്ടാൻ തുടങ്ങിയവന്മാരുടെ നോക്കുമർമ്മം കൊണ്ട് ചൂണ്ടുമർമ്മം തകർത്തു കളഞ്ഞു. എന്നിട്ടും മാധ്യമങ്ങൾ ആശങ്കപ്പെടുന്നു 80 കഴിഞ്ഞ കപട കമ്മ്യൂണിസ്റ്റുകാരനായ വൃത്തൻ്റെ രാഷ്ട്രീയ ഭാവിയെപ്പറ്റി. 18 വയസ്സുള്ള യുവതലമുറയുടെ ഭാവിയെപ്പറ്റി ഒന്നും ഒരു മാധ്യമപ്രവർത്തകനും അന്വേഷണമില്ല. പെട്ടിപിടിക്കാൻ ബേബിയും കോളാമ്പി ചുമ്മാൻ ഗോവിന്ദനും പല്ലക്കു ചുമക്കാൻ അടിമകളായ അമാലന്മാരും ബുദ്ധിജീവികളും കൈപിടിക്കാൻ നരേന്ദ്രമോദിയുമുള്ള കാലത്തോളം മേധാക്ഷയം ബാധിക്കുന്ന കാലം വരെ പിണറായിയുടെ ഭാവിക്ക് യാതൊരു ചാഞ്ചാട്ടവും കേടും സംഭവിക്കില്ല.